ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നെന്മാറയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും. നെന്മാറയിൽ നിന്ന് നിഖിൽ, ആദ്യം ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചോ? പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും നീക്കിയോ? പ്രതിഷേധം അവസാനിച്ചു വിജയകുമാർ. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിൽ ഒരുപാടധികം പ്രവർത്തകരുള്ള നല്ല ശക്തിയേറിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ പോലീസ് വീഴ്ച കൊണ്ടാണ് എന്നവർ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ പോലീസ് മനഃപൂർവ്വം അവഗണിച്ചൊരു പിഴവ് കൊണ്ട് ഉണ്ടായ കൊലപാതകമാണ് ഇത് എന്നാണ് അവർ വിലയിരുത്തുന്നത്. പലകുറി ഇവിടെ വന്ന് പരാതി നൽകിയതാണ് ഇവരുടെ അയൽവാസിയായിട്ടുള്ള പുഷ്പയും അതോടൊപ്പം തന്നെ സുധാകരൻ്റെ മകൾ അഖിലയും ഒക്കെ. ആ പരാതികളെ ഒന്നും പരിഗണിക്കാതിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് അവർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ കൊലപാതകയുടെ കയ്യിലേക്ക് സർക്കാർ പിച്ചാത്തി വെച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാം പ്രതിയായി ഇവിടുത്തെ SHOയുടെ പേരിൽ കേസെടുക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത്. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞു. വിജയകുമാർ. നിഖിൽ, ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ 24 മണിക്കൂർ കഴിയുന്നല്ലോ ഈ കൊലപാതകം നടന്നിട്ട്. ഒരു ഇരട്ട കൊലപാതകം നടന്നു, 24 മണിക്കൂർ കഴിയുന്നു. അരിച്ചുപിറക്കി ഉള്ള പരിശോധന അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത്. ഇതുവരെയും അയാളെ പറ്റി ഒരു സൂചനയുമില്ല. അപ്പോൾ എന്ത് എന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? പോലീസിന് ഒരു ഉത്തരം ആ കുടുംബത്തിന്, ആ 2 പെൺമക്കൾക്കെങ്കിലും കൊടുക്കേണ്ടതാണല്ലോ. അതിനുള്ള സമയം അതിക്രമിച്ചല്ലോ. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ? തീർച്ചയായിട്ടും വിജയകുമാർ, 27 മണിക്കൂർ പിന്നിടുകയാണ് ഈ കൊലപാതകം നടന്നിട്ട്. ഇതുവരെ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പോലീസിന് അറിയില്ല. പക്ഷേ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത്, ഈ പ്രതി നന്നായി ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്നയാളാണ്. ഒളിച്ചിരിക്കാനുള്ള പ്രാവീണ്യമുള്ള ഒരാളാണ്. നേരത്തെ ഈ സജിതയെ കൊലപ്പെടുത്തുമ്പോൾ ഇയാൾക്ക് മുൻ പരിചയമൊന്നും തന്നെയില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് ബിൽഡ് ചെയ്ത് എങ്ങനെയൊക്കെ ഒളിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെ പോലീസിനെ കബളിപ്പിക്കാം എന്നതിനെക്കുറിച്ച് അയാൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ജയിലിൽ മറ്റ് ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകൾക്ക് ഒപ്പമായിരുന്നു അയാളുടെ സഹവാസം. അതിനെ പേടിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒളിഞ്ഞിരിക്കാനുള്ള കഴിവുണ്ട് എന്ന് കഴിഞ്ഞ കൊലപാതകം നടത്തിയപ്പോൾ തന്നെ ഇയാൾ തെളിയിച്ചതാണ്. അന്ന് സജിതയെ കൊലപ്പെടുത്തിയ 5ാമത്തെ ദിവസമാണ് ഇയാൾ പിടിയിലാവുന്നത്. ദിവസവും രാത്രി ഇയാൾ ഭക്ഷണം കഴിക്കാൻ വിവിധ ബന്ധുക്കളുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല. 5ാം നാൾ സഹോദരന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് അയാൾ തന്നെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് അവിടേക്ക് എത്തുകയും പ്രതിയെ പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതി ഒരുപക്ഷെ അധിക ദൂരം പോയിരിക്കാൻ സാധ്യതയില്ല. ഈ 3 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഉണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ഉള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന് മുൻപ്, ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് പ്രതിയെ പിടികൂടിയിട്ടില്ലെങ്കിൽ പോലീസിന് അത് വലിയ നാണക്കേടുണ്ടാക്കും, വലിയ തലവേദന ഉണ്ടാക്കും. ഇത്ര നിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ട് ആ പ്രതിക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഇതിനോടകം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ADGP റിപ്പോർട്ട് നേടിയിട്ടുണ്ട് പോലീസ് വീഴ്ച സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും പ്രതിയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഒരു നീക്കം. വിജയകുമാർ. നിഖിൽ, ഒരു കാര്യം കൂടി, ഈ സുധാകരന്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? സംസ്കാരം എപ്പോഴാണ്? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടൊക്കെ സത്യത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അതിക്രൂരമായിട്ടാണ് ഈ പ്രതി കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഈ കൊലപാതക രീതിയിൽ നിന്ന് വ്യക്തമാണ്. അതായത് 76-കാരിയായിട്ടുള്ള ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 16 മുറിവുകളാണ്. ഈ 16 മുറിവുകൾ എന്ന് പറയുന്നത് അത്രമേൽ ആഴത്തിലുള്ള, ഒരാൾ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതി നടത്തുന്ന കൊലപാതകമായിരുന്നു അത്. അത്തരത്തിൽ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇനി സുധാകരന്റെ ശരീരത്തിലാണെങ്കിൽ ആഴത്തിലുള്ള, അതായത് കഴുത്തിനടക്കം ഏറ്റിട്ടുള്ള 6ഓളം മുറിവുകൾ. അത് മരണമുറപ്പിക്കും വരെ തുടരെ വെട്ടി എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പോത്തുണ്ടിയിലെ വസതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇനി നെന്മാറയിലെ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. അവർ തന്നെ പറഞ്ഞിരുന്നു, പോത്തുണ്ടിയിൽ വീട്ടിൽ തന്നെ
കൊണ്ടുവരണം, അച്ഛനെയും അച്ഛമ്മയെയും അവിടെ കൊണ്ടുവരണം, ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ ആലത്തൂരിലെ ബന്ധു വീട്ടിൽ നിന്ന് രാവിലെ ഈ അഖിലയും അതോടൊപ്പം തന്നെ അതുല്യയും അവരുടെ പോത്തുണ്ടിയിൽ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. വിജയകുമാർ. യെസ്, ഏതായാലും നിഖിൽ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലെ ഒക്കെ പൂർത്തിയായി അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ എത്ര പൈശാചികമാണ് ആ കുറ്റകൃത്യം എന്നതിൻ്റെ വിവരങ്ങൾ കൂടി വരികയാണ്. 76 വയസ്സുള്ള വയോധികയായ ലക്ഷ്മിയുടെ ശരീരത്തിൽ ആഴമുള്ള 16 മുറിവുകളാണുള്ളത്. ഈ പ്രതി ഒളിവിലിരിക്കുന്ന ഓരോ നിമിഷവും ആ ജനങ്ങൾക്ക് അവിടെ ഉള്ളവർക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഇയാളുടെ ലിസ്റ്റിൽ, ഇയാളുടെ പട്ടികയിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരെ വകവരുത്തുക എന്ന പകയോടെയാണ് അയാൾ നടക്കുന്നത്. അപ്പോൾ അയാൾ ഒളിവിലിരിക്കുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. എത്രയും വേഗം അയാളെ പിടികൂടുക എന്ന ജനങ്ങളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ശക്തവുമാണ്. വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത് പാലക്കാട്ട്.